അപ്പോൾ ഡോക്ടർ 1 മന്തേന് ശരണേ ഉള്ളൂ, സ്പൈനലിലൊക്കെ സ്പ്രെഡായി എന്ന് പറഞ്ഞു. ഇനി ഒന്നും നമുക്ക് ചെയ്യാനില്ലെന്ന് പറഞ്ഞു. എൻ്റെ അമ്മക്ക് അത്യാവശ്യം നിങ്ങൾ വിളിച്ചിട്ട് ഒരു ധൈര്യം കൊടുക്കണം. സത്യമായിട്ട് എൻ്റെ മോള് അന്നാണ് ഈ കാര്യം പിന്നീട് പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്. ഒരു മാലാഖയെ പോലെ അവളെ കാണണമെന്ന് പറഞ്ഞിട്ട് ആ വെള്ള ഗൗണും കൊണ്ട് കൊടുത്ത് അവളുടെ കണ്ണെഴുതാനും അവളുടെ ചുണ്ടിൽ ലിപ്സ്റ്റിക്കിടാനും അതെല്ലാം കൊണ്ട് അവിടെ നേഴ്സുമാരെ ഇങ്ങനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു അങ്ങനെ വേണം അവളെ ഞങ്ങൾക്ക് കാണാമെന്ന് പറഞ്ഞു. ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ നന്ദി എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് ഞാനായിരിക്കും. അത്രയും ഞാൻ നന്ദി പറഞ്ഞു. എൻ്റെ മോളെ എനിക്ക് തിരിച്ച് അവളിനി അഭിനയിക്കണ്ട, എവിടെയും പോകണ്ട. അമ്മയ്ക്ക് ശരീരം സാന്നിധ്യം ഫീൽ ചെയ്തത് അത് സോൾ കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞിട്ടൊരു, ഞാൻ കുറേ വീഡിയോ ഇങ്ങനെ കണ്ടപ്പോഴേക്ക് എനിക്കും എൻ്റെ മോളെ കാണണം തോന്നി. അങ്ങനെ കാണുമോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ആ കൺസൾട്ടേഷന് ഇരുന്നു. അവളൊരു മുല്ലപ്പൂവൊക്കെ ചൂടിയിട്ട് ഒരു നെഗറ്റീവ് പ്രിന്റ് പോലെ അവൾ വന്നു. ഇവള് ഫിസിയോതെറാപ്പി വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ ചെയ്യിക്കുന്നത്. ഞാൻ വഴക്ക് പറയാണ് കൊച്ചിനെ ഈ സ്പൈനലിൽ ഇത് വന്നിട്ടാണ് ആന ചിഹ്നം വിളിക്കും പോലെ ചിഹ്നം വിളിക്കുന്നതെന്ന് എനിക്കറിയില്ല. കരയോ? എനിക്കറിയില്ല. എൻ്റെ കുഞ്ഞു പറഞ്ഞൊരു വാക്ക് എനിക്ക് ഇന്നും ഉള്ളിത്തട്ടുന്നത്, ദൈവമേ ദൈവമേ, എൻ്റെ അമ്മക്ക് പോലും ഞാനൊരു ബേഡനായോ, എന്നെ അങ്ങ് എടുക്ക് ദൈവമേ എന്നാണ് അവള് പറയുന്നത്. ശരേശ് സജീവമായിട്ട് നിൽക്കുമ്പോഴാണ് ശരിക്കും അപ്രതീക്ഷിതമായിട്ടുള്ള വിയോഗം. പലരും ഇത് അറിഞ്ഞ്, അതായത് അത്രയും ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു എന്നുള്ള അറിയുന്നതൊക്കെ പിന്നീടാണ് മരണത്തിന് ശേഷം. അതെ, അത് പറയാം. അതിലേക്ക് ഞാൻ വരാം. സീമാജി നായർക്ക് പോലും അറിയില്ലായിരുന്നു. സീമാജി നായർ ആ സമയത്തൊന്നും സ്ഥലത്തില്ല. പുള്ളിക്കാരി വേറെന്തോ ആയിട്ട് ശരണ്യ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. ശരണ്യായിട്ട് ഒരു കോണ്ടാക്റ്റും പുള്ളിക്കില്ല. ശരണ്യ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സീരിയൽ അഭിനയിക്കുന്ന ഒരു കുട്ടി, പുതിയൊരു കുട്ടി വന്നിട്ടുണ്ട്, അറിയാം. അത്രയല്ലാതെ പുള്ളിക്കൊന്നും അറിയില്ല ശരണ്യയെ കുറിച്ച്. അപ്പൊ ഈ സമയത്താണ് ശരണ്യ ഈ യദു കൃഷ്ണൻ എന്ന് പറഞ്ഞ നടനില്ലേ, അപ്പൊ യദുവായിട്ട് ഒരു സീരിയൽ അഭിനയിച്ച് യദുവായിട്ട് ഭയങ്കര കമ്പനി. യദുചേട്ടാ, അത് ശരണ്യ ഒരു അനിയത്തിയെ പോലെ ഭയങ്കര സ്നേഹമാണ് അവളോട്. അപ്പോൾ യദുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, യദുചേട്ടാ എൻ്റെ ഫാമിലി ഹിസ്റ്ററിയൊക്കെ ഇങ്ങനെയാണ്, ഞാൻ ലൊക്കേഷനിൽ വന്നിട്ട് പലരോടും കള്ളങ്ങളാണ് പറയുന്നത്. ഇത് ഞാൻ പറയുന്നത് പക്ഷെ ഞാനില്ലെങ്കിൽ എൻ്റെ അമ്മക്ക് അത്യാവശ്യം നിങ്ങൾ വിളിച്ചിട്ട് ഒരു ധൈര്യം കൊടുക്കണം. സത്യമായിട്ട് എൻ്റെ മോള് അന്നാണ് ഈ കാര്യം പിന്നീട് പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്. ഞാൻ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ യദുവോട് ആര് പറഞ്ഞു? ശരണ്യ എല്ലാം പറഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എപ്പോഴും? സർജറിയുടെ തലേന്ന്. ഞാൻ പറഞ്ഞു ഇന്ന് ഞാൻ അവളുടെ കൂടെ ഉണ്ട് സർജറി. അവിടെ ബൈസ്റ്റാൻഡർ നിർത്തത്തില്ല ശ്രീചിത്രയിൽ. പക്ഷേ പ്രത്യേക ഒരു റിക്വസ്റ്റ് വാങ്ങിയിട്ട് ഗണേശേട്ടനൊക്കെ ഇടപെട്ട് പ്രത്യേക ഒരു റിക്വസ്റ്റ് മേടിച്ചിട്ട് എന്നെ അവിടെ നിർത്തി. ഞാൻ അവളുടെ കൂടെ ഉണ്ട്. എപ്പോഴും ഇവളെ യദുവിനെ വിളിച്ചു, എനിക്കറിയില്ല. പക്ഷെ എങ്ങനെയോ അവൾ വിളിച്ചിട്ട് ഡീറ്റെയിൽ എല്ലാം പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. എൻ്റെ അമ്മക്ക് നിങ്ങളൊരു അമ്മയെ വിളിക്കണം. എൻ്റെ അമ്മക്ക് അന്ന് ഇവർ പൊടിക്കുഞ്ഞുങ്ങളാണ്, അനിയത്തി അനിയനും പഠിക്കുന്നതാണ്. എൻ്റെ അമ്മക്ക് നിങ്ങളൊരു താങ്ങായി നിൽക്കണം. എനിക്ക് ഉറപ്പില്ല ഇത് ചേട്ടാ ഞാൻ തിരിച്ചു വരുന്ന്. അവളങ്ങനെ പറഞ്ഞു. അവളങ്ങനെ പറഞ്ഞതിന് ശേഷം എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞിട്ട്, പക്ഷേ സർജറി കഴിഞ്ഞു 3-ാം ദിവസം വാർഡിലേക്ക് മാറ്റി. ഡോർഡായി എന്ന് പറഞ്ഞതാണ് ഡോക്ടർ. സംസാരശേഷി നഷ്ടപ്പെടും. അവൾ ഏഷ്യാനെറ്റിലൊരു ഇൻ്റർവ്യൂ കൊടുത്തായിരുന്നു അതിനെ പറ്റിയിട്ട് ആ സമയത്ത്. അപ്പം ബ്രെയിൻ്റെ ഓർമ്മശക്തി പോവും, സംസാരിക്കാൻ പറ്റില്ല. ഏതെങ്കിലും ഈ ലെഫ്റ്റ് സൈഡാണ് അവൾക്ക്. അപ്പോൾ റൈറ്റ് സൈഡ് തളർന്നു പോവും. ഇതെന്തെങ്കിലും ഒരു സൈഡ് എഫക്റ്റ് ഇല്ലാണ്ട് ശരണ്യെ കിട്ടിയാൽ തന്നെ കിട്ടത്തില്ല, ഒരു കുഴപ്പമില്ല. ICU ഒന്നിനും 2-ാം ദിവസം ഞങ്ങൾ കാണാൻ പോകുമ്പോൾ ടാറ്റ പറയാണ്. ഞാൻ വിളിക്കുകയാണ് ICU സിസ്റ്റർമാരെ, ഇവളോട് എല്ലാവർക്കും ഒരു സ്നേഹമാണ്. സിസ്റ്റർമാരെ ഫോൺ വിളിച്ചിട്ട് എന്നെ വിളിക്കും, അമ്മ നമ്മളവിടെ ICUവിൽ നിർത്തത്തില്ലല്ലോ. ഞാൻ കഞ്ഞി പിടിച്ചമ്മ. 2-ാം ദിവസം പറയാണ്, എൻ്റെ ദൈവമേ, ഞാൻ ഈശ്വരന്മാരോട് ഇനി യൂണിവേഴ്സലിനോട് എനിക്ക് നന്ദി, ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ നന്ദി എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് ഞാനായിരിക്കും. അത്രയും ഞാൻ നന്ദി പറഞ്ഞു. എൻ്റെ മോളെ എനിക്ക് തിരിച്ച് അവളിനി അഭിനയിക്കണ്ട, എവിടെയും പോകണ്ട. എനിക്ക് എൻ്റെ മോളെ, ഞാൻ വീട്ടു ജോലി ചെയ്തിട്ടല്ലേ, ഞാൻ പോയിട്ടുണ്ട് വീട്ടു ജോലിക്കൊക്കെ, വീട്ടു ജോലി ചെയ്തിട്ടല്ലേ എൻ്റെ മോളെ ഞാൻ നോക്കൂ. എൻ്റെ മോളെ ഇനി എവിടെയും പോകണ്ട ഇങ്ങനെ ചിന്തിച്ചിരുന്നത്. പക്ഷെ അവൾക്ക് പോകണം. അവൾക്ക് ഞാൻ ലേറ്റൊക്കെ അടിച്ചിട്ടായിരിക്കും കുഞ്ഞിന് വന്നത്. ഇങ്ങനെയൊക്കെ ഒരു തോന്നലാണ്. പലരും എന്നോട് പറയുന്നത് അഭിനയിക്കാനൊന്നും അയക്കണ്ട, ലേറ്റൊക്കെ അടിക്കുമ്പോൾ തലക്കൊക്കെ ഇത് വരും, പോകാമായിരിക്കും, ലേറ്റ് ഒന്നും അടിച്ചിട്ടൊന്നുമല്ല. അവൾ 1 മാസം കഴിയുമ്പോഴൊക്കെ ഉദ്ഘാടനത്തിന് വിളിക്കും, അതിന് പോവും. ഇങ്ങനെയൊക്കെ അവൾ ചെയ്യും. അവൾക്ക് യാതൊരു ഇതുമില്ല, അവൾ ഹാപ്പി, ഇത് വരില്ല. പിന്നെയും ഇതിനെക്കുറിച്ചിട്ട് പല വേരിയേഷൻസും, RCC ഒരു വേരിയേഷൻ, നിംഹാൻസ് ഒരു വേരിയേഷൻ, ഈ തലയിൽ നിന്ന് എടുക്കുന്ന സ്പെസിമെൻ ആ ബ്ലോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ ആസ്ട്രോബ്ലാസ്റ്റോമ എന്ന് വരുന്നു, മെറ്റാസ്റ്റാറ്റിക്
കാർസിനോമാന്ന് വരുന്നു. ഞാനിതൊക്കെ പറയുന്നത് കേട്ടിട്ട് അമൃതയിലൊരു മാഡം എന്നോട് ചോദിച്ചു എത്ര വരെ പഠിച്ചിട്ടുണ്ട്. ഞാൻ 10ാം ക്ലാസ് വരെ. പക്ഷെ ഇതിൽ മെഡിസിനൊക്കെ പഠിച്ചതുപോലെയാണല്ലോ പറയുന്നേ. കാരണം ഇത് കണ്ട് ഇവിടെ സ്കാനും കണ്ട് കണ്ട് പഠിക്കുന്നതാണ് ഇതൊക്കെ, ഈ അസുഖത്തിന്റെ പേരൊക്കെ. അപ്പോൾ അങ്ങനെ പല വേരിയേഷൻസും വന്നു. അഭിനയിച്ചോളാൻ പറഞ്ഞു ഡോക്ടർ. കുഴപ്പമൊന്നുമില്ല, അഭിനയിച്ചോളാം, ശരണ്യൊക്കെ ഇനി ഇത് വരില്ല. ഓക്കെ. പക്ഷെ എന്നിട്ടും പിന്നെ ഇവര് രണ്ടാമത് കറക്റ്റ് സ്വാതി സീരിയലിന് ഇവളെ കട്ട് ചെയ്തു. കാരണം ആർട്ടിസ്റ്റിനെ മാറ്റി റീപ്ലേസ് ചെയ്തു. അത് മാറ്റി കഴിഞ്ഞപ്പോൾ മറ്റേ ഭാവചിത്ര ജയകുമാർ സാറ് ഹിറ്റ് സീരിയൽ കുങ്കുമപ്പൂവ്, ചന്ദ്രമഴ, അന്നേരം ചന്ദ്രമഴ ഇവിടെ തുടങ്ങിയിട്ടില്ല. സാറ് ശരണ്യെ വിളിച്ചു, ഇങ്ങനെ ഹീറോയിനായിട്ടാണ് തമിഴ് സീരിയൽ ചന്ദനമഴയുടെ ദൈവം തന്ന വീട്, ചന്ദനമഴയുടെ തമിഴ് പതിപ്പ് അതാണ്. പിന്നെ ചന്ദനം അത് ഹിന്ദിയിൽ സാത്തിയ എന്ന് പറഞ്ഞിട്ട് വന്ന ഒരു സീരിയലാണ്, ഭയങ്കര ഹിറ്റായിട്ട് ഇപ്പോൾ അത് തമിഴിലെടുക്കുകയാണ്. അതിനുശേഷമാണ് ഇവിടെ വന്നത്. അപ്പോൾ ആ സീരിയൽ ഹീറോയിനായിട്ട് സീതാറാം, അങ്ങനെ നായകനും നായിക. അപ്പോൾ ആ ക്യാരക്ടറിന് സാറ് വിളിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായി. അസുഖങ്ങളൊക്കെ അതിന് റിക്കവറായി. പക്ഷെ മുടി ഈ ഭാഗത്തുനിന്ന് മാത്രമേ കുറച്ച് എടുത്തുള്ളൂ. അത് ഇവർക്ക് ഇങ്ങനെ കവർ ചെയ്തിടാൻ പറ്റും. ആ സർജറി ഉള്ള ഭാഗത്തുനിന്ന് മാത്രമേ എടുത്തുള്ളൂ. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയാണ് ഓപ്പൺ സർജറി ഭയങ്കര, അപ്പോൾ കവർ ചെയ്തിടാൻ പറ്റും. അങ്ങനെ ആ സീരിയലിൽ പോയി. അതിനും അത്യാവശ്യം നല്ല പേയ്മെൻറ്റും ഫ്ലൈറ്റ് ടിക്കറ്റും ഒക്കെ തന്ന് ചെന്നൈയിൽ പോവുക വരിക. പുള്ളിക്കാരി ആ അസുഖം വന്നെന്നുള്ളതേ മറന്നു, ഭയങ്കര ഹാപ്പിയായി. പക്ഷെ അവിടെ നിന്ന് കറക്റ്റ് ഈ സീരിയൽ നല്ല ഹിറ്റായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു 12 മാസം, കറക്റ്റ് 12 മാസമാണ് ഈ റെക്കറൻറ്റ് വരിക. അവിടെ നിന്ന് ഫിക്സ് വന്ന് സാറ് എന്നെ, അന്ന് സാറുണ്ടായിരുന്നു അവിടെ, സാറല്ല പ്രൊഡ്യൂസർ, സാറ് എന്നെ അവിടെ ഒരു ഹോസ്പിറ്റലൊക്കെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ അഡ്മിറ്റ് ഒരു ദിവസം ചെയ്തു. CT എടുത്തപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അവിടെ നിന്ന് 2 മാസം വീണ്ടും അഭിനയിച്ചു. CT എടുത്തപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഫിക്സിന് ഗുളിക കഴിക്കുന്നുണ്ട്. ആ ഗുളികേരെ പിന്നെ ഉറക്കം ഒഴിഞ്ഞ് രാത്രിയൊക്കെ ഷൂട്ടിംഗ് ആണല്ലോ. പിന്നെ ഇവക്ക് ഒരു പ്രത്യേക സുധാ ചന്ദ്രൻ മാഡമാണ് അമ്മായിയമ്മയായിട്ട് അഭിനയിക്കുന്നത്. എല്ലാവരും സുലക്ഷണ എന്ന് പറയുന്ന പഴയൊരു നടിയുണ്ട്, മമ്മൂക്കയിലൊക്കെ നായികയായിട്ട്, എല്ലാവരും നല്ലൊരു കമ്പനിയാണ്. അപ്പം അങ്ങനെയാണ് അവിടെ നിന്ന് ഈ രണ്ടാമത് ഈ റെക്കറൻറ്റ് വരുന്നത്. ഈ റെക്കറൻറ്റ് രണ്ടാമത് വന്നു. പിന്നെ അവിടെ നിങ്ങൾ കണ്ടിന്യൂ അഭിനയങ്ങളൊക്കെ പോകാൻ പറ്റാതെ ഇങ്ങനെ വരികയാണ്. പക്ഷെ എങ്കിലും സീമയുടെ കാര്യം പറയാം. സീമ വന്നത് നമ്മൾ ഫസ്റ്റ് സർജറി കഴിഞ്ഞിട്ട് പിന്നെ സീമ ഇങ്ങനെ എല്ലാവരും ആർട്ടിസ്റ്റുകളൊക്കെ കാണാൻ വരുന്നുണ്ട്. പിന്നെ അന്ന് നമുക്ക് ആരുടെയും സഹായങ്ങളൊന്നും അങ്ങനെ വേണ്ടി വന്നിട്ടില്ല. കാരണം അത്യാവശ്യം അവൾ അഭിനയിച്ച പൈസ തന്നെ കയ്യിലുണ്ട്. പിന്നെ ജയകുമാർ സാറും അത്യാവശ്യം നന്നായിട്ട് സഹായിച്ചായിരുന്നു. അപ്പോൾ പിന്നെ ഇങ്ങനെ വലിയ ശ്രീചിത്രയിൽ അറിയാലോ, ഒരു 1.5 ലക്ഷം 2 ലക്ഷത്തിൻ്റെ ഉള്ളിൽ അവിടുത്തെ കാര്യം കഴിയും. അപ്പോൾ അതുകൊണ്ട് വലിയൊരു എമൗണ്ട് വേണ്ടി വന്നിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ അഭിനയിക്കാനും തുടങ്ങില്ല. അപ്പോൾ അത് കഴിഞ്ഞ് സീമ ഇങ്ങനെ വന്നപ്പോൾ കാണാൻ വന്നതാണ് ഒരു ടെഡി ബിയറും കൊണ്ട്. അത് ലാസ്റ്റ് നിമിഷം വരെ അവൾ സൂക്ഷിച്ചിരുന്ന ടെഡി ബിയർ, ഒരു റെഡ് കളറും വൈറ്റ് കളറും ആയിട്ടുള്ള കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, അപ്പോൾ സാമ്പത്തികമൊക്കെ എങ്ങനെ? ശരണ്യയുടെ അച്ഛനൊക്കെ നല്ല ഇതിലാണല്ലോ. സീമ ചോദിച്ചാണ്. അറിയില്ല, ഒന്നും അറിയില്ല. അപ്പോഴാണ് ശരണ്യ, ഞാൻ പറഞ്ഞു സീമ സംഗതി ഈ രീതിയിലൊക്കെ ആണെന്ന് പറഞ്ഞപ്പോഴാണ് സീമ കാര്യങ്ങൾ അറിയുന്നത്. പക്ഷെ അന്ന് യാതൊന്നും ഒരു ഇതും ഇല്ലാതെ അങ്ങനെ അതിനെക്കുറിച്ചൊന്നും പറയാതെ സീമ പോയി. പക്ഷെ സീമയുടെ കാര്യത്തിൽ അന്ന് തൊട്ട് തുടങ്ങിയതാണ്. പിന്നെ ഒരു പ്രാവശ്യം വരുമ്പോൾ വീട്ടിലേക്കുള്ള സാധനങ്ങളുമായിട്ടാണ് വരുന്നത്. പലചരക്ക് സാധനങ്ങൾ, അരി, ചായപ്പൊടി, പഞ്ചസാര, എന്തൊക്കെ വേണം, ഫ്രൂട്ട്സ് വേണം. ഇതൊക്കെ ആരാ എനിക്കറിയില്ല. ആരാ എന്നാൽ എൻ്റെ കൂടെ പിറക്കാതെ പോയാൽ കൂടെ പിറന്നതോ എന്താണ് പേര് പറയണ്ടേ? ശരണ്യ പറഞ്ഞിരുന്നത് ജന്മം കൊണ്ടെങ്കിലെങ്കിലും കർമ്മം കൊണ്ട് എൻ്റെ അമ്മയാണ് സീമ ചേച്ചി. ആരോ ആണ്, എനിക്കറിയില്ല. അങ്ങനെ ഒരു ഇപ്പോഴും നിങ്ങൾ അന്ന് വീഡിയോ എടുത്തപ്പോഴോ ഇത്രയൊന്നും പറഞ്ഞാൽ പോരാ സീമയെ കുറിച്ചിട്ട്. പക്ഷെ നെഗറ്റീവ് അഭിപ്രായങ്ങൾ ചിലരൊക്കെ എന്നോട് ഇങ്ങനെ ഓരോന്നൊക്കെ പറയും, പ്രശസ്തിക്ക് വേണ്ടി അങ്ങനെ വേണ്ടി. അപ്പോൾ ഞാനും ചിന്തിക്കും, ആണോ? എൻ്റെ പൊട്ട മനസ്സിൽ അങ്ങനെയൊക്കെ ചിന്തിച്ച് പോയിട്ടുണ്ട്. അതിന് അപ്പം തന്നെ ഞാൻ ദൈവത്തോട് സോറി പറയും, എൻ്റെ ദൈവമേ ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പാടുണ്ടോ? മനസ്സിലായില്ലേ? ഇതൊക്കെ ആരറിയുന്നല്ലെങ്കിൽ പ്രശസ്തിക്ക് വേണ്ടി നമുക്ക് ഒരു വാക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഒന്നും ഉപയോഗിക്കാൻ വാക്കുകളില്ല. വീട്ടിലേക്ക് വേണ്ടുന്ന എന്തൊക്കെ ഞാൻ അതാ പറഞ്ഞേ, സ്വന്തം ബന്ധങ്ങൾ പോലും പണത്തിന്റെ അളവ് പോലും വെച്ചിട്ട് മനുഷ്യനെ അളക്കുകയാണ്. അറിയാലോ, ഞാൻ ഒരു കാര്യം പറയാം, കടലിൽ നമുക്ക് ഒരുപാട് വെള്ളമുണ്ട്. നമുക്ക് ദാഹം വന്നാൽ അതിന് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള കാലഘട്ടത്തില് ഈ ഒരു അവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. വീട്ടിൽ ചായപ്പൊടി മുതൽ എന്തൊക്കെയുണ്ട്, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറഞ്ഞ എല്ലാം മേടിച്ചിട്ടാണ് വരുന്നത്. ഇപ്പോഴോ ഉണ്ടോന്ന് എന്റെ പൊന്നെ ചോദിക്കും. അപ്പൊ അന്ന് മുതലുള്ള പുള്ളിക്കാരി ഞങ്ങളുടെ കൂടെ ഉണ്ട്. പിന്നെ ഓരോ പ്രാവശ്യം സർജറിക്ക് വരുമ്പോ പുള്ളിക്കാരിയാണ് വെളിയിൽ നിൽക്കുന്നത്. ഈ സൈൻ ചെയ്ത് കൊടുക്കുന്ന മാത്രമേ ഞാനുള്ളൂ കൺസൾട്ടന്റ്. ബാക്കി ഡോക്ടറോട് സംസാരിക്കുന്നതും എല്ലാ സർജറിക്കും ആളുണ്ട്.
പിന്നെ ഗുരുവായൂർ തുലാഭാരം തൂക്കാൻ നേർച്ചയാക്കി ഒരു ദിവസം വിളിക്കുന്ന ചേച്ചി ശരണയ്ക്ക് ഞാൻ തുലാഭാരം തൂക്കാൻ നേർച്ചയാക്കിയിട്ടുണ്ട്, അവിടെ വരണം. ഇനി എവിടെയാ കൊണ്ടുപോകണം ഞങ്ങളെ? എല്ലായിടത്തേക്കും കൊണ്ടുപോകും. അത് സ്വന്തം കയ്യിലെ പൈസ, അതൊന്നും ആരുടെ. ഇപ്പോൾ ഈ ലാസ്റ്റ് സോഷ്യൽ മീഡിയയിൽ മെസ്സേജ് ഇട്ടത് സീമ വളരെ കരഞ്ഞിട്ടാണ് മെസ്സേജ് ഇട്ടത്. കാരണം പുള്ളിക്കാരി ആദ്യം 1-2 പേരോട് സീമ 5 മാസം കൊണ്ട് ശരണയ്ക്ക് വീണ്ടും റെക്കറൻറ്റ് വന്നു, കയ്യിലൊന്നുമില്ല സീമ, ഇതാണ് അവസ്ഥ. 1-2 പേരോടൊക്കെ സീമ വേണ്ടപ്പെട്ടവരോട് ചോദിച്ചപ്പോൾ നല്ല മറുപടിയല്ല കിട്ടിയത്. അപ്പോൾ പറഞ്ഞു ചേച്ചി ഒരു കാര്യം ചെയ്യാം, സോഷ്യൽ മീഡിയയിൽ നമുക്കൊരു മെസ്സേജ് ഇടാം. അപ്പോൾ ഞാൻ പറഞ്ഞു സീമ അത് വേണോ? നമ്മൾ പലരതും ഇങ്ങനെ കണ്ടിട്ടുണ്ട്, പക്ഷെ ശരണയെ പോലെ ഒരാൾ അങ്ങനെ ഒരു മെസ്സേജ് ഇടുമ്പോൾ അവർക്കതൊരു വിഷമാവും. പിന്നെ എന്ത് ചെയ്യും ചേച്ചി? എന്നാൽ ചേച്ചിയുടെ ഇഷ്ടം പോലെ എന്താ ചെയ്യുന്നിട്ട് ആണ്. ദേഷ്യപ്പെട്ട ഭയങ്കര ദേഷ്യവുമാണ്. കുറച്ച് സമയത്തേക്ക് ദേഷ്യപ്പെട്ടാൽ അങ്ങനെ ഫോൺ വെച്ചിട്ട് പിന്നെയും ഞാൻ വിളിച്ച് പറഞ്ഞു സീമ ശരണയെ കാണിക്കണ്ട, അവളെ ലൈവായിട്ട് കാണിക്കാതെ നമുക്ക് അവസ്ഥ പറഞ്ഞിട്ട് മെസ്സേജ് ഇടാം. അവസ്ഥ എന്നതാണ്, അവളെ ലൈവായിട്ട് കാണിക്കുമ്പോൾ അവൾക്കൊരു വിഷമം വരും. ഞാൻ ഈ ഒരു അവസ്ഥ വരെ എത്തിപ്പെട്ടല്ലോ, എല്ലാവരോടും സഹായം അപേക്ഷിക്കേണ്ട ഒരു അവസ്ഥയിൽ എന്നെ എത്തിപ്പെട്ടല്ലോ എന്നുള്ള, ഞാൻ പറഞ്ഞില്ലേ സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ പോലും മറച്ചു വെച്ചിട്ട് മറ്റുള്ളവരെ മുന്നിൽ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ഒരു കുട്ടി ഞാൻ ഈ ഒരു അവസ്ഥയിലാണെന്ന് പറഞ്ഞിട്ട് അവൾക്ക് സോഷ്യൽ മീഡിയയിലൂടെ അവളെ ഇപ്പോഴത്തെ അവസ്ഥ കാണിച്ചിടുമ്പോൾ അവളെ മാനസിക വേദന നമ്മൾ മനസ്സിലാക്കണ്ടേ? അപ്പോൾ അത് വേണ്ട സീമ എന്ന് പറഞ്ഞപ്പോൾ സീമ ഒരു കാര്യം ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ കഥയൊക്കെ സീമ പറയും, ഞാൻ പറഞ്ഞതിനേക്കാളും സീമ പറഞ്ഞതാണ് അതൊക്കെ നല്ലത്. ഇത്ര നേരം അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സീമ ചേച്ചിനെ കുറിച്ചാണ്. കാരണം ഇങ്ങനത്തെ ഒരു ഇതിൽ എപ്പോഴും എനിക്ക് തോന്നുന്നു മറ്റുള്ളവരിലേക്ക് എത്തിയതും അല്ലെങ്കിൽ ഇത്രയും ഒരു അവസ്ഥയാണെന്ന് അറിഞ്ഞത് സീമ ചേച്ചിയുടെ വാക്കുകളിലൂടെയായിരുന്നു പലപ്പോഴും. ഇന്ന് ആക്ച്വലി ഇന്നിവിടെ വരുമ്പോ പലരുടെയും അപമാനങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. സീമക്ക് വേറെ പണിയൊന്നുമില്ലേ എന്നുള്ളത്, പക്ഷെ സീമക്ക് ഇതിന്റെ പിന്നാലെ അടക്കാൻ വേറെ പണിയൊന്നുമില്ലേ? വക വെക്കാതെയാണ് ഒരു പക്ഷേ സീമ ചേച്ചിയെ വേണ്ടി ആക്ച്വലി നമ്മുടെ ഒപ്പം ഉണ്ടാവേണ്ടതായിരുന്നു. ഇന്ന് അവസാനം സോഷ്യൽ മീഡിയയിൽ സൂരജ് പാലക്കാരൻ വിളിച്ച് പിന്നെ മനോജ് ഉണ്ട് ആളുടെ ഒരു ഫ്രണ്ട്, അങ്ങനെ വിളിച്ചിട്ട് സീരിയലിന്റെ മറ്റേ വാനമ്പാടി സീരിയലിലുള്ള ആർട്ടിസ്റ്റുകളൊക്കെ അപ്പൊ സഹായിച്ചിട്ടുണ്ട് കേട്ടോ. മറ്റേ മരിച്ചുപോയി ആദിത്യൻ ഡയറക്ടർ, അയാളെ കുറിച്ച് സീമ 100 നാവാണ് പറയും. ഈ ശരണയുടെ ഈ കാര്യത്തിലൊക്കെ പുള്ളി വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സാമ്പത്തികമായി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, പലരോടും പറയുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അപ്പോഴും സീമക്ക് വേണ്ടപ്പെട്ടവരെല്ലാം ഇങ്ങനെ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഈ ഒരു സമയം സീമ ചേച്ചി കൂടെ മാത്രം ഇങ്ങനെ വേണ്ടപ്പെട്ടവരെ നന്ദു പോയപ്പോൾ നന്ദു മോനാണ്, നന്ദുവിനും അമ്മയാണ്, സീമ അമ്മ എന്നാ വിളിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് പുള്ളിക്കാരി ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ മെസ്സേജ് ഇട്ട് കുറച്ച് സാമ്പത്തിക കിട്ടി തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞ സീമ മതി, പൈസയൊക്കെ അത്യാവശ്യം വരുന്നുണ്ട്, 10-25 ലക്ഷം രൂപയോളം അക്കൗണ്ടിൽ വന്നു. ചേച്ചി ഒരു വീട് വേണ്ടേ? ഈ വീട് ഞാൻ സീമ വീട് എന്തിനേ? എനിക്ക് വീടൊന്നും വേണ്ട, എൻ്റെ മോളെ അസുഖം മാറിയാൽ മതി, പൈസ മതി നമുക്ക്. ചേച്ചി ഒരു വീട് വേണം. ചേച്ചി എത്ര കാലം ഈ കൊച്ചിനെയും കൊണ്ട് വാടകയ്ക്ക്, വയ്യാത്ത കൊച്ചിനെയും കൊണ്ട് വാടകയ്ക്ക് നിൽക്കും? ഈ കൊച്ചിനെയും കൊണ്ട് വാടകയ്ക്ക് പോകുമ്പോൾ വീട് കിട്ടണ്ടേ? അപ്പം ചേച്ചി ഒരു വീട് വേണം. അങ്ങനെ സീമ ഫ്ലവേഴ്സ് ചാനലിൽ പോയി, അവിടെ നിന്ന് നല്ല ഹെൽപ്പ് ഉണ്ടായിരുന്നു ചാനലിൽ നിന്ന്. അങ്ങനെ ആ ടിനിട്ടോമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പിന്നെ ഫിറോസ് കുന്നുംപറമ്പലിൻ്റെ നമ്പർ കിട്ടി. സീമ തന്നെയാണ് ഫിറോസിനെ വിളിച്ച്, ഫിറോസ് വന്ന് ഫിറോസും കൂടി ഒരു മെസ്സേജ് ഇട്ടപ്പോൾ കുറച്ച് ഫിറോസിന്റെ ബാക്കിന് ഒരു ഇതുണ്ടല്ലോ, അങ്ങനെ കുറച്ച് പൈസ അധികം കിട്ടിയപ്പോൾ ഈ വീട് ഉണ്ടാവുക സ്നേഹസീമ എന്ന് പറഞ്ഞ വീട്, അതാണ് സ്നേഹസീമ എന്നാണ് പേരിട്ടത്. പേര് ശരണ്യാണ് ഇട്ടത്. സ്നേഹസീമ എന്നുള്ള പേര് വരെ ഇങ്ങനെ ഒരു വീട് എനിക്കും വേണമെന്നില്ല, ശരണ്യക്കും വേണമെന്നില്ല. കാരണം നമ്മൾ ചികിത്സക്കാണ് സഹായം ചോദിക്കുന്നത്. പിന്നെ അത്യാഗ്രഹമല്ലേ ഒരു വീട് വന്നപ്പോൾ ഒരു 950 സ്ക്വയർ ഫീറ്റ് ഒക്കെയാണ് നമ്മുടെ വീട് മനസ്സിലുണ്ടായിരുന്നത്. അപ്പം US-ലൊക്കെയുള്ള 1-2 സീമയുടെ ഫ്രണ്ടൊക്കെ വിളിച്ചിട്ട് ശരണ്യക്ക് കുറച്ചുകൂടി നമ്മൾ ഹെൽപ്പ് ചെയ്യുക, അവരുടെ പേര് പുറത്ത് പറയണ്ട, അവർ കൂടെ കുറച്ച് അവർക്ക് ഇഷ്ടമല്ല സഹായിക്കുന്നത്, പുറത്ത് പറയുന്നത് ഇഷ്ടമല്ല. അങ്ങനെ കുറച്ച് പൈസ അവരും എക്സ്ട്രാ സഹായിച്ചതുകൊണ്ടാണ് 950 സ്ക്വയർ ഫീറ്റിൽ നിന്ന് 1400 സ്ക്വയർ ഫീറ്റ് വരെയുള്ള ശരണ്യയുടെ ഇഷ്ടത്തിനനുസരിച്ചൊരു വീട് വെച്ചത്. പക്ഷേ അങ്ങനെ ഒരു വീട് വെച്ചില്ലായിരുന്നെങ്കിൽ എൻ്റെ മോളെ എവിടെ കൊണ്ട് ഞാൻ ലാസ്റ്റ് നിമിഷം കിടത്തുമായിരുന്നു. ഇന്ന് വാടകക്കാരൊക്കെ വിടുവോ? ഒരു ബോഡി, ഒരു ഡെഡ് ബോഡി കൊണ്ടുവന്ന് കിടത്താൻ വിടുവോ? ആശുപത്രിയിൽ നിന്ന് നമ്മൾ കൊണ്ടുപോയി വന്നേനെ. ഇന്ന് ആക്ച്വലി ശരീരം കൊണ്ട് പ്രസൻസ് കൊണ്ട് ഇവിടെ സീമ ചേച്ചി ഇല്ലെങ്കിൽ മനസ്സുകൊണ്ട് നമ്മുടെ ഒപ്പം ഉണ്ടെന്നുള്ളത്. കാരണം ഷൂട്ടിംഗ് തിരക്ക് കൊണ്ട് ഇന്ന് എത്തിപ്പെടാൻ പറ്റാത്തതാണ്. അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ സംഭാഷണത്തിൽ സീമ ചേച്ചിയോട് ഉണ്ടാവണം എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. എങ്കിൽ പോലും ഒന്ന് സീമ ചേച്ചിനെ കണക്ട് ചെയ്ത് നോക്കാം, വിളിച്ചു നോക്കാം. തിരക്കില്ലെങ്കിൽ സീമ ചേച്ചി എടുക്കുന്നൊരു പ്രതീക്ഷയോടെ തന്നെ. ഹലോ സീമ ചേച്ചി തിരക്കിലാണോ? ഹലോ, റോഹനാണ് സംസാരിക്കുന്നത്. ഞാൻ ഇവിടെ ശരണ ചേച്ചിയുടെ വീട്ടിലുണ്ട്.
അപ്പൊ ഇങ്ങനെ ചേച്ചിയുടെ അമ്മയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആണോ? പറഞ്ഞോ. തിരക്കിലല്ലല്ലോ അല്ലേ? എല്ലാ ഇത്തിരി ഇതിലാണ്. പറഞ്ഞോ. ഓക്കെ ഓക്കെ. അപ്പോൾ ഇപ്പൊ ചേച്ചിയുടെ വീട്ടിലാണ്, അമ്മയുടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചേച്ചിയുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് കൂട്ടത്തിലെ അമ്മയുടെ വാക്കുകൾ എപ്പോഴും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പേര്, വ്യക്തിത്വം സിമി ചേച്ചിയുടെ ആയിരുന്നു. അപ്പോൾ തോന്നി ഒന്ന് സിമി ചേച്ചിനെ വിളിച്ച് സംസാരിക്കാനും തോന്നി. അമ്മയുടെ അടുത്തുണ്ട്, ഞാനൊന്ന് അമ്മയ്ക്ക് കൊടുക്കാം. സീമ, ഞാൻ പറഞ്ഞതേ കാരണം നമുക്ക് സ്നേഹസീമ എന്നുള്ളൊരു വീട് സത്യമല്ലേ ഞാൻ പറഞ്ഞത്. എനിക്ക് അങ്ങനെ ഒരു വീട് വേണമെന്ന് ഒരിക്കലും ഇല്ലായിരുന്നു. സീമ മാത്രമാണ് ചേച്ചി വീട് വേണം ചേച്ചി പൈസ മതി എന്നൊന്നും പറയല്ലേ, ഒരു വീട് വേണം എന്നും പറഞ്ഞുകൊണ്ട് സീമയാണ്. പക്ഷെ ഞാനിപ്പം പറയാണ്, അങ്ങനെ ഒരു വീടില്ലായിരുന്നെങ്കിൽ ശരണ്യ ഒരുപക്ഷെ നമുക്ക് വാടക വീട്ടിലേക്ക് ആരും ഒരു ബോഡീനെ കൊണ്ടു കിടത്താൻ വിടത്തില്ല. ഇല്ല. പക്ഷെ അപ്പോഴും ഞാൻ പറയാണ്, എങ്കിലും ആ വീടായില്ലെങ്കിലും സീമയുടെ വീട്ടിൽ എറണാകുളത്തേക്ക് ശരണ്യെ കൊണ്ടുപോയേനെന്നില്ലേ, കൊണ്ടുപോയില്ലേ? അതാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും എന്റെ മോളെ അനാഥയായിട്ട് ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോകേണ്ടി വരില്ലായിരുന്നു. അല്ല, നമ്മുടെ വീട്ടിൽ ഇപ്പം ആര് വന്നാലും ഇപ്പൊ അതില് വന്നിരിക്കുന്ന അപ്പൂന്നാണെങ്കിലും അപ്പൂന്നൊക്കെ അറിയാൻ പറ്റും. നമ്മുടെ ഇവിടെ വലിയ ഒരു ഇതില്, കാരണം ഇങ്ങോട്ട് തിരിഞ്ഞാലും ഈ വീട് നിറച്ചും അവളാണുള്ളത്. ഞാൻ എവിടെ പോയാലും ഉള്ളത് അവളാണ്. അപ്പൊ അങ്ങനെ ഒരു അനാഥമായിട്ട് ഒരിക്കലും നമ്മൾ അവളെ വിടുവോ? ഒരിക്കലും ഇല്ല. എനിക്കറിയായിരുന്നു അവൾ ഒരിക്കലും ഒരു ആശുപത്രിയിൽ നിന്ന് ഡയറക്റ്റ് അവളെ സംസ്കാരത്തിന് കൊണ്ടുപോണ്ടി വരില്ലായിരുന്നു. ഒരിക്കലും ഇല്ല ചേച്ചി, ഒരിക്കലും ഇല്ല. എന്താണെങ്കിലും അവളെ ആ രീതിയിൽ തന്നെ, അതായത് TRS-ൽ വെറുതെയല്ല, കാരണം അവളെ മാലാകക്കുട്ടി പോലെ കാണണം എന്ന് വിചാരിച്ചിട്ടാണത്. അപ്പോഴൊന്നും എനിക്ക് ചേച്ചിയോടൊന്നും പറയാൻ പറ്റില്ല. ചേച്ചി അത് അറിഞ്ഞോന്ന് പോലും എനിക്കറിയില്ല. അവിടെ അടുത്തുള്ള ഒരു ഷോപ്പിൽ പോയിട്ട് അവൾക്ക് വെള്ള ഗൗൺ, അതായത് ശരിക്കും ഒരു മാലാകെ പോലെ അവളെ കാണണമെന്ന് പറഞ്ഞിട്ട് ആ വെള്ള ഗൗണും കൊണ്ട് കൊടുത്ത് അവളുടെ കണ്ണെഴുതാനും അവളുടെ ചുണ്ടിൽ ലിപ്സ്റ്റിക് ഇടാനും അതെല്ലാം കൊണ്ട് അവിടെ നേഴ്സുമാരെ ഇങ്ങനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, അങ്ങനെ വേണം അവളെ ഞങ്ങൾക്ക് കാണാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവളെ അവിടുന്ന് ഇറക്കിയത്. അതൊന്നും പറയാൻ പറ്റുന്ന മാനസികാവസ്ഥ ആയിരുന്നതും ഇല്ലല്ലോ. ആരുടെ അടുത്തും ചേച്ചിയുടെ അടുത്തോ ഒന്നും നമുക്കിങ്ങനത്തെ കാര്യങ്ങളെ പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നല്ലോ. ലാസ്റ്റ് മോള് പോയി, പിറ്റേന്ന് ബന്ധുക്കളെല്ലാം കെട്ടുപെറുക്കി പോയി. ഞാൻ ആരും കുറ്റം പറയല്ല, എല്ലാവർക്കും അവരവരുടെ തിരക്കുകൾ ഉണ്ടാവാം. പക്ഷെ 16 ദിവസം വീട്ടിൽ നിന്ന്, എനിക്കിനി എന്ത് പറയാ, 16 ദിവസം മോളുടെ ചടങ്ങ് കഴിയുന്നവരെ വീട്ടിൽ നിന്നിട്ട് ചേച്ചി അമ്മ പറയായിരുന്നു, ഇപ്പോ വീട് വേണം എന്നുള്ളൊരു നിർബന്ധം ഇല്ലാതിരുന്നിട്ട് കൂടിയും അതിന്റെ ആവശ്യകത മനസ്സിലാക്കിയിട്ട് ചേച്ചിയുടെ തീരുമാനം അത്രയും സ്ട്രോങ് ആയി നിന്നുകൊണ്ടാണ് ഞങ്ങൾക്ക് ഒരു വീട് കിട്ടിയത്. അതിന്റെ ഒപ്പം തന്നെ അമ്മ പറയുന്ന ഒരു കാര്യമുണ്ട്, അങ്ങനെ ഇല്ലായിരുന്നെങ്കിൽ മരണശേഷം ഡെഡ് ബോഡി കൊണ്ടുവരാൻ വേറെ എവിടെ സമ്മതിക്കായിരുന്നു, ആര് സമ്മതിച്ചില്ലെങ്കിലും ചേച്ചിയുടെ വീട്ടിൽ കൊണ്ടുവന്നത്. അപ്പൊ അത്രത്തോളം ഫാമിലി മെമ്പറായിട്ട്, അല്ലെങ്കിൽ പിറവി കൊണ്ട് അമ്മയല്ലെങ്കിലും അങ്ങനെ കർമ്മം കൊണ്ട് അമ്മയായിരുന്നു ചേച്ചിക്ക് ചേച്ചി എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് എന്നുള്ളത്. അതിന്റെ ഒപ്പം ഒരു കാര്യം, ചേച്ചിയും അമ്മയും കൂടി ചേർന്ന ഒരു ഇതുണ്ടായിരുന്നു. കാരണം ഒരു ദിവസം വേറൊരു സംഭവം ഉണ്ടായി, ഒരു ഇൻസിഡന്റ് ഉണ്ടായി. അന്ന് നമ്മൾ സ്നേഹസീമയിൽ നിൽക്കുന്ന സമയത്ത് അപ്പം അവിടെ ഒരു ബാധിക്കലൊരു ഗണപതി അമ്പലമുണ്ട്. അപ്പം അങ്ങോട്ടേക്ക് അവളുടെ തന്നെ എന്തോ ഒരു വഴിപാടിന് വേണ്ടി പോയ സമയത്ത് പെട്ടെന്ന് അവക്ക് ബാത്റൂമിൽ പോണോന്ന് തോന്നി. അപ്പം അവളുടെ വയറിൽ നിന്നും ഇങ്ങനെ ഒഴിഞ്ഞ്, അതായത് അത്രയും കുറച്ച് ഇതായിട്ടാണ് പോയത്. അപ്പൊ ഞാൻ പറഞ്ഞു, നീ വിഷമിക്കണ്ട, അത് ഞാൻ തന്നെ ചെയ്തോളാം, ഞാൻ തന്നെ എടുത്തോളാം. അപ്പൊ ഡ്രസ്സിലൊക്കെ ആയി. ഞാൻ തന്നെ അത് ആ ബക്കറ്റിലെ വെള്ളത്തില് ഒരു ഗ്ലൗസും ഇടാതെ, ഒരു ഇത് ഇടാതെ ഞാൻ എന്റെ കൈ കൊണ്ട് തന്നെയാണ് ഞാൻ അത്, കാരണം അത് ഫുൾ ഇതായിരുന്നു. അപ്പൊ അതങ്ങനെ, അപ്പൊ എന്നെ നോക്കിയിട്ട് ചോദിച്ചു, ചേച്ചിക്ക് അറപ്പില്ലേന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്തിനാ അറപ്പ്? ഇപ്പൊ എനിക്ക് അങ്ങനെ എന്റെ മോളായിരുന്നെങ്കിൽ ഞാൻ അറച്ചു മാറി നിൽക്കുവോ? ഒരിക്കലും അറച്ചു മാറി നിൽക്കത്തില്ല. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മുൻജന്മത്തിൽ എപ്പോഴോ അല്ലെങ്കിൽ ഏതോ ഒരു ജന്മത്തില് അവൾ എന്റെ മകളായിരുന്നിരിക്കണം. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗീത ചേച്ചിയുമായിട്ടോ ശരണ്യായിട്ടോ ഒന്നും ഇങ്ങനെ ഒരു ബന്ധം, ഇങ്ങനെ ഒരു ആത്മബന്ധം ഉണ്ടാകേണ്ട ഒരു ബന്ധവും ഞങ്ങൾ തമ്മിലില്ല. അപ്പൊ അത് അങ്ങനെ ഓർമ്മകൾ ഒരുപാടുണ്ട് മോനെ. അത് ചിലപ്പം
ഒരു വാക്കിലോ ഒരു ഇതിലോ നമുക്ക് തീരാവുന്നതല്ല അതൊന്നും. തീർച്ചയായിട്ടും. അപ്പോൾ ഇതേപോലെ തന്നെ സിമി ചേച്ചി ശരണേശ്വരായിരുന്ന പോലെ, ശരണേശ്വരി കുടുംബത്തിലായിരുന്ന പോലെ കുറേ പേർക്ക് സ്നേഹസീമയായിട്ട് ഇതുപോലെ പോട്ടെ എന്ന് കൂടി ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു ചേച്ചി, തിരക്കിടയിലും കുറച്ചു നേരം നമ്മോടൊപ്പം ഉണ്ടായിരുന്നതിൽ. ഇപ്പോഴും ഈ പാരൻസിനെ മക്കൾ വിട്ടുപോയി കഴിഞ്ഞാലും അതങ്ങ് റിയലൈസ് ചെയ്യുക, വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അമ്മ എപ്പോഴാണ് അതെ കൂടെ ഇല്ലാന്നൊരു വിശ്വാസം. ഞാൻ സൈക്കാട്രി ട്രീറ്റ്മെന്റിലായിരുന്നു. അത് ഒരു കാര്യം ഞാൻ ഒരു ഇൻസിഡന്റ് പോലെ പറഞ്ഞോട്ടെ. ഒരു ഇൻസിഡന്റ് അങ്ങനെയല്ല, അവൾക്ക് ദേവിയായി അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പുള്ളിയുടെ മുഖം ഒരു ദേവിയാണ്, ദേവിയെ പോലെ ഒരുങ്ങി വന്നത്. അപ്പൊ കല്യാണ സീനിലൊക്കെ ഇപ്പം ചന്ദനമഴയുടെ ആ സീരിയൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ വന്നിട്ടാണ് അതിന് പകരം നമ്മളെ മേഘന വിൻസെന്റിനെ അവിടെ റീപ്ലേസ്. മേഘന അന്ന് കാര്യമായി അത്ര അറിയപ്പെടുന്ന ഒരു കുട്ടിയല്ലായിരുന്നു. ഇവക്ക് പകരം ആ ക്യാരക്ടർ ഇവക്ക് അസുഖം വന്നപ്പോൾ റീപ്ലേസ് ചെയ്തിട്ട് ശരണി തന്നെയാണ് സാറിനോട് പറഞ്ഞത് ഇങ്ങനെ ഒരു കുട്ടി ഇടുന്നത്. അങ്ങനെ പിന്നെ ചന്ദനമഴ ഇവിടെ ചെയ്തപ്പോൾ ആ കുട്ടി ഏഷ്യാനെറ്റിലെ നമ്പർ 1 ഹിറ്റ് സീരിയലായി ഇപ്പം നല്ല നിലയിൽ പോകണം. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്താ പറഞ്ഞ നമ്മള് ഈ അങ്ങനെ ഈ സൈക്യാട്രി ട്രീറ്റ്മെന്റിലായിരുന്നു ഞാൻ ഭയങ്കരമായിട്ട്. ഈ സീമ എന്നെ 2-3-4 സ്ഥലത്ത് കൗൺസിലിങ്ങിന് കൊണ്ടുപോയി. അങ്ങനെ രാമകൃഷ്ണ മിഷൻ ഹോസ്പിറ്റലിലെ ഡോക്ടറിൻ്റെ ടാബ്ലറ്റ് കഴിച്ചാണ് ഉറങ്ങുന്നത്. പിന്നെ മൈൻഡ് റിലാക്സേഷനിലെ ടാബ്ലറ്റൊക്കെ കഴിക്കും. അപ്പം പിന്നെ ഡോക്ടർ എന്നെ ആ വീട്ടിൽ നിന്ന് കുറച്ച് നാൾ മാറ്റാൻ പറഞ്ഞു. അങ്ങനെ എന്നെ ചെന്നൈയിലേക്ക് എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ചെന്നൈയിൽ 2 മാസം ഞാൻ അവിടെയായിരുന്നു. പിന്നെ കുഞ്ഞിൻ്റെ 41-നാണ് ഇങ്ങോട്ട് വരുന്നത്. വീട് പൂട്ടിയിട്ടില്ല, അവിടെ വിളക്ക് എത്തിക്കാനൊക്കെ വേറെ ആളെ ആക്കി എന്നെ കൊണ്ടുപോയി. കാരണം ഞാനിവിടെ നിന്ന് ഭയങ്കരമായിട്ടുള്ളൊരു എന്താ, കുഞ്ഞ് എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ട്, ശരണ ഇവിടെയുണ്ട്, അവൾ കിടന്ന കട്ടിൽ, ഇതൊക്കെ എന്നെ ഭയങ്കരമായിട്ട് എന്തോ ഒരു അവസ്ഥ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. പിന്നെ ഞാനിങ്ങനെ യൂട്യൂബൊക്കെ നോക്കി ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ സെർച്ച് ചെയ്യാൻ തുടങ്ങി. ആത്മീയമായിട്ടുള്ള പിന്നെ ആ ഒരു മെഡിറ്റേഷൻ, ധ്യാനം, അതിലങ്ങനെ എത്തിപ്പെട്ടു. അങ്ങനെ യൂട്യൂബിൽ നിന്ന് ഓരോന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങി. ധ്യാനം എങ്ങനെ, അതിലൂടെ നമുക്ക് എത്രാപ്പം കുറച്ച് എനിക്ക് സത്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. കാരണം അവളെ ഈ ഭൂമിയിൽ എന്ത് ഉദ്ദേശത്തോടെയാണേ വന്നത്, അവളെ കർത്തവ്യം പൂർത്തിയാക്കി. ഇന്നും എവിടെ കണ്ടാലും ഇപ്പം നിങ്ങൾ തന്നെ വന്നപ്പോൾ മനസ്സിന് ശേഷം എപ്പോഴേക്കോ അമ്മയ്ക്ക് സാന്നിധ്യം ഫീൽ ചെയ്തിട്ടുണ്ട്. സാന്നിധ്യം ഫീൽ ചെയ്തത് അത് സോൾ കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞിട്ടൊരു, ഞാൻ കുറേ വീഡിയോ ഇങ്ങനെ കണ്ടപ്പോഴേക്ക് എനിക്കും എൻ്റെ മോളെ കാണണം തോന്നി. അങ്ങനെ കാണുമോ, അങ്ങനെയാണെങ്കിൽ ഞാൻ ആ കൺസൾട്ടേഷൻ ഇരുന്നു. അവളൊരു മുല്ലപ്പൂവൊക്കെ ചൂടിയിട്ട് ഒരു നെഗറ്റീവ് പ്രിന്റ് പോലെ അവൾ വന്നു. ആ ഒരു വേസ്റ്റ് കണ്ടു ഞാൻ, അവളിങ്ങനെ വന്നു. അപ്പോൾ ഇതൊക്കെ ചിലർ വിശ്വസിക്കും, ചിലർ വിശ്വസിക്കാതിരിക്കും. വിശ്വസിച്ച് ഞാനത് വെച്ച് അവളെ കണ്ടു. പിന്നെ ഈ മെഡിറ്റേഷൻ, ധ്യാനം, പിന്നെ അന്ന് എന്നോട് സീമ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി RCCയിൽ ഒരു ആശ്രയ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്, വലിയൊരു സംഭവമാണ്. അപ്പം അതിലിപ്പോൾ ഞാൻ സർവീസ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് അത് ഞായറാഴ്ച ഒഴികെ എല്ലാം വലിയ ഞാൻ എന്നെപ്പോലത്തെ 2-3 പേരെ സാധാരണക്കാരായവരുള്ളൂ. എല്ലാം വലിയ ജോലിയിലിരിക്കുന്നവരും റിട്ടയർഡ് ആയവരും അല്ലാത്ത എല്ലാം വലിയ ആൾക്കാരെന്ന് വെച്ചാൽ നമ്മൾ ഈ താഴെ ക്യാൻറ്റീനിലില്ല കഞ്ഞിവെള്ളം എടുക്കുക, അത് ഇതിൽ പറയാവോന്ന് അറിയില്ല. കഞ്ഞിവെള്ളം എടുത്തിട്ട് മറിച്ച് കളയുന്ന കഞ്ഞിവെള്ളത്തിന് പോലും വിലയുണ്ടെന്ന് നമ്മൾ ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ആ കഞ്ഞിവെള്ളം ഒരു 5-6 വലിയ ടമ്പറിൽ എടുത്തിട്ട് ട്രോളിയിൽ ഉരുട്ടി കീമോ വാർഡിലും കീമോ വാർഡ് 6ാമത്തെയും 5ാമത്തെയും ഫ്ലോറിലൊക്കെ കീമോ വാർഡുണ്ട്, അതിൽ ഉപ്പിട്ട് കീമോ ചെയ്ത് കിടക്കുന്ന പേഷ്യൻറ്റിനും കൂടെ ഇരിക്കുന്ന ബൈസ്റ്റാൻഡറിനൊക്കെ കൊടുക്കുക. അവർ ഈ ചൂട് സമയത്ത് ആ കഞ്ഞിവെള്ളം കുടിക്കുമ്പോഴില്ലേ അവർ നമ്മളെ തൊഴുകയും അവർ ഇങ്ങനെ തൊഴുകയാണ്. ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആശുപത്രിയിൽ കിടന്ന് ആഗ്രഹിക്കുന്നവർക്ക് നമ്മൾ ഡയറക്റ്റ് കഞ്ഞിവെള്ളം കൊണ്ട് കൊടുക്കണം, അവരോടൊരു സാന്ത്വന വാക്ക് പറയുക. പിന്നെ പാലിയേറ്റീവ് വാർഡിൽ പിന്നെ സെക്കൻഡ് തേഴ്സ്ഡേയാണ്, അതിൽ പോയിട്ട് നമ്മൾ ഓരോ ഗ്രൂപ്പിൽ 3-4 പേരുണ്ട്. കുറുക്ക് ഹെൽത്ത് മിക്സ് നമ്മൾ തന്നെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചുകൊണ്ട് ഹെൽത്ത് മിക്സ്, പാല്, അവിടെ ഒരു റൂമുണ്ട്, അതിൽ ഗ്യാസും അടുപ്പൊക്കെ ഉണ്ട് RCCയിൽ 7ാമത്തെ ഫ്ലോറിൽ. അതിൽ കുറുക്കുണ്ടാക്കി ഈ പാലിയേറ്റീവ് പേഷ്യൻറ്റിന് കൊടുക്കുക. അപ്പോൾ അത് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ് എനിക്ക്. അങ്ങനെയെങ്കിലും ഒരു സേവനം എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, എന്തൊരു സന്തോഷമാണ് എനിക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. കാരണം അതൊക്കെ ഒരു വലിയ കാര്യമല്ലെങ്കിലും മറിച്ച് കളയുന്ന കഞ്ഞിവെള്ളമാണ്. അപ്പോൾ എത്രയോ പേര് അവിടെ സർവീസ് ചെയ്യുന്നുണ്ടെന്ന് അറിയാമോ ആശ്രയ ഓർഗനൈസേഷൻ്റെ. അമ്മയും ശനേശിയുമായിട്ടുള്ള അവസാന ഒരു നിമിഷം ശരിക്കും ഏതായിരുന്നു? അവസാന സമയം ശരിക്കും എപ്പോഴായിരുന്നു? ഞാനും മോളുമായിട്ടുള്ള അവസാന സമയം PRSൽ ലാസ്റ്റ് അവൾ ഈ ട്രക്കോസ്റ്റമി തൊണ്ടയിലിട്ട് കഴിഞ്ഞ ശേഷം അവൾക്ക് സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പം ഞങ്ങൾ ഇവിടുന്ന്, എനിക്കറിയില്ലായിരുന്നു കുഞ്ഞിന് 2ാമതും ഇത് വന്ന് സ്പൈനലിൽ സ്പ്രെഡായിട്ട് മോനും
ഞാൻ പോയില്ല, എന്നെ കൊണ്ടുപോയില്ല ആശുപത്രിയിൽ. മോനും പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയനും കൂടിയാണ്, ശരണ്യയുടെ ചെറിയച്ഛനും കൂടിയാണ് ഡോക്ടറെ കാണാൻ പോയത്. അപ്പോൾ ഡോക്ടർ 1 മന്തേന് ശരണ്യേ ഉള്ളൂ, സ്പൈനലിലൊക്കെ സ്പ്രെഡായി എന്ന് പറഞ്ഞു, ഇനി ഒന്നും നമുക്ക് ചെയ്യാനില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ റിക്വസ്റ്റ് ചെയ്തു, ഡോക്ടർ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ, നമുക്കൊരു പരീക്ഷണം എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ. ഞങ്ങൾ ബാംഗ്ലൂർ പോയി സൈബർ നൈഫ് റേഡിയേഷനൊക്കെ കൊടുത്തതാണ്. അപ്പോൾ നമുക്ക് ഈ എമൗണ്ടൊക്കെ വന്നപ്പോൾ അവിടെ 10-20 ലക്ഷം രൂപ, പൈസയുടെ കണക്കല്ല കേട്ടോ, എൻ്റെ മോളെ പേരിൽ എനിക്ക് ആ രീതിയിൽ പറയുന്നതല്ല, എങ്ങനെയാലും എൻ്റെ മോളെ കിട്ടണം എന്ന് വിചാരിച്ചു. പൈസയൊന്നല്ല പ്രശ്നം, നമുക്ക് കുഞ്ഞിനെ എങ്ങനെയും കിട്ടണം. അങ്ങനെയാണ് പിന്നെ അവസാനം ഇവരെന്നോട് ഒളിച്ചു വെച്ചു, ഒന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, മോനെ എന്തുണ്ട് ശരണ്യക്ക്, എൻ്റെ ഡോക്ടർ എന്തിനാ നിങ്ങളെ വിളിപ്പിച്ചേ? ഒന്നുമില്ല ഒന്നുമില്ല. അപ്പോൾ സീമ എന്നോട് ഇങ്ങനെ വിളിച്ച് പറയണ, പിന്നെ അതിന് സീമയും ഞാനായിട്ട് തർക്കമായത്. അപ്പോൾ ശരണ്യ പാലിയേറ്റീവിൽ എവിടെയോ ആക്കിയിട്ടുണ്ട്, അവിടെ കൊണ്ടുപോയിട്ട് അവിടെ. അപ്പോൾ എനിക്കറിയാം പാലിയേറ്റീവ് പേഷ്യൻ്റ് തന്നെ എൻ്റെ മനസ്സിലുള്ളൊരു ഇത്, പിന്നെ മരണം കാത്തു കിടക്കുന്നവർ, വേറെ ട്രീറ്റ്മെൻ്റ് ഒന്നും ഇല്ലാതെ മരണം കാത്തു കിടക്കുന്നവർ ഈ മോർഫിൻ വേദന സംഹാരി മാത്രം കഴിച്ച് മരിക്കുന്നവരെ കിടത്താം. നമ്മൾ വീട്ടിൽ കിടത്താൻ പറ്റാതെ അവിടെ കൊണ്ടൊരു സാന്ത്വന ചികിത്സ, അതാണ് പാലിയേറ്റീവ് എന്ന് എനിക്കുള്ള ബോധം. ശരണ്യക്ക് അപ്പോഴും ബോധമുണ്ട്, ശരണ്യയുടെ ബോധം പോയിട്ടൊന്നുമില്ല. ശരണ്യക്ക് ഈ പാലിയേറ്റീവിൽ പോകുമ്പോൾ അവൾക്കും അറിയാൻ അവളെ എന്തിനാ പാലിയേറ്റീവിൽ കൊണ്ടുവന്നതെന്ന്. അപ്പം ഞാൻ ചോദിക്കണം, എൻ്റെ കുഞ്ഞിനൊരു കുഴപ്പമില്ല, പിന്നെ എന്തിനാ പാലിയേറ്റീവിൽ കൊണ്ടുവന്നേ? അപ്പം ഇവർ ഡോക്ടർമാർ പറഞ്ഞിട്ടാണ് പറയുന്നതെന്ന് എനിക്കറിയില്ലല്ലോ. ഞാൻ എൻ്റെ കുഞ്ഞിനൊരു കുഴപ്പമില്ല മാത്രം, അതിനാണ് ഞാൻ സീമി തർക്കിച്ചിട്ടുള്ളത്. ചെറിയ ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത് അതിന് മാത്രമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, പൈസയാണോ സീമക്ക് പ്രശ്നം? ഈ വീട് വെക്കുക, പൈസ ഇല്ലായിട്ടാണോ എൻ്റെ കുഞ്ഞിനെ പാലിയേറ്റീവിൽ കൊണ്ടുപോകണമെന്ന് പറയുന്നത്? സീമക്കൊന്നും എന്നോട് ഉത്തരം പറയാൻ വാക്കുകളില്ല. അപ്പോൾ മോൻ പറഞ്ഞു, അമ്മ സീമ ചേച്ചിയോട് എന്തിനാ അങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ? അവനെ പിന്നെ സീമ എന്തിനാ പാലിയേറ്റീവിൽ കൊണ്ടുപോകാൻ പറയുന്നത്? എൻ്റെ മോക്ക് എന്ത് കുഴപ്പം? അവൾക്കൊരു കുഴപ്പമില്ലല്ലോ. എനിക്കറിയുന്നില്ലല്ലോ ഇവർക്ക് ഇങ്ങനെ ഉള്ളത്, ഇവർ പറഞ്ഞത് ഇവരെന്നോട് മറച്ചു വെക്കുകയല്ലേ. അപ്പോൾ 1 മാസം അങ്ങനെ നോക്കാം, വീട്ടിൽ നിന്നിട്ട് അവളുടെ ആ ഒരു ഡെത്ത് കാണണ്ട എന്നുള്ള രീതിയിലാണ്. അവിടെ ആകുമ്പം ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, ഡോക്ടർ നഴ്സുമാരൊക്കെ, അതാണ് സീമ അങ്ങനെ പറയുന്നത്. പക്ഷെ ഞാൻ സമ്മതിച്ചില്ല. ഞാൻ പറഞ്ഞു, ഒരു കാരണവശാലും എൻ്റെ കുഞ്ഞിനെ പാലിയേറ്റീവിൽ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഞാൻ അവളെ നോക്കും, അവളെ ഒരു കാര്യം എടുക്കുന്നതിന് എനിക്കൊരു ബുദ്ധിമുട്ടും. ഞാൻ എൻ്റെ കുഞ്ഞിനെ നോക്കും. ഈ വീട് വിൽക്കാം, എവിടെ വേണമെങ്കിലും എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയി ചികിത്സിക്കാം, എനിക്ക് വീടും ഒന്നും വേണ്ട, എൻ്റെ മോളെ മതി. ഇതാണ് ഞാൻ പറയുന്ന വാക്ക്. പക്ഷേ വീട് വിറ്റിട്ടും കാര്യമില്ല എന്നുള്ളത് അവർക്ക്. വീട് വിറ്റിട്ട് കാര്യം ഉണ്ടെങ്കിൽ വീടല്ല, സീമയുടെ വീടും സീമ വേണമെങ്കിൽ വിറ്റേനെ ശരണ്യക്ക് വേണ്ടി. അല്ല, അത്രയും ഞാൻ പറയുകയാണ്, വിൽക്കുന്നല്ല അത്ര പോലും ഞാൻ പറയാം. അതിനല്ല സീമ എതിർക്കുന്നത്. കാരണം ഒന്നിനും ഒരു പ്രതീക്ഷയില്ല എന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ഇനി ഒന്നും നോക്കണ്ടെന്ന്. പക്ഷേ എന്നിട്ട് ഈ പറഞ്ഞ സമയത്ത് അപ്പോൾ ഇവർ റിക്വസ്റ്റ് ചെയ്ത് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. കൊറോണ സമയമാണ്. അപ്പോൾ ശ്രീജിത്തിലെ ഡോക്ടർ പറഞ്ഞു, വേണമെങ്കിൽ നമുക്ക് റേഡിയേഷൻ കൊടുത്ത് നോക്കാൻ ഞാനൊരു ലെറ്റർ തരാം. വലിയ പ്രതീക്ഷയൊന്നുമില്ല, ഒന്ന് തൽക്കാലം ഒരു 6 മാസം 1 മാസം എന്നുള്ളത് 5-6 മാസം നീട്ടി കിട്ടിയേക്കാം, അല്ലാതെ കൊച്ചിനെ കിട്ടുന്നവർ പറയുന്നില്ല. അപ്പോൾ ഇതൊന്നും എനിക്കറിയുന്നില്ല, പിന്നീട് ഞാൻ അറിയുന്നത്. അങ്ങനെയാണ് RCCയിൽ ഞങ്ങൾ റേഡിയേഷൻ. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ RCCയിൽ റേഡിയേഷൻ എന്തിനാണ് കൊച്ചിനെ കൊണ്ടുപോകണേ? എനിക്കറിയില്ലല്ലോ ഇവർക്ക് സ്പൈനലിൽ വന്നത്. അപ്പോൾ പറയാണ്, അതിൻ്റെ തലേന്ന് വരെ എന്തെന്നറിയോ, ഇവള് ഫിസിയോതെറാപ്പി വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ ചെയ്യിക്കുന്നത്. ഞാൻ വഴക്ക് പറയാണ് കൊച്ചിനെ, ഈ കൊച്ചിന് ഈ സ്പൈനലിൽ ഇത് വന്നിട്ടാണ് ആന ചിഹ്നം വിളിക്കും പോലെ ചിഹ്നം വിളിക്കുന്നതെന്ന് എനിക്കറിയില്ല. കരയോ? എനിക്കറിയില്ല. ഈ ഫിസിയോതെറാപ്പിസ്റ്റ് പറയും, ശരണ്യ ചെയ്യേ, പിന്നെ ആൻറ്റിയാണ് ശരണ്യെ വഷളാക്കുന്നത്, ശരണ്യ കൈ ഇങ്ങനെ ഷിവർ ചെയ്യും, ആൻറ്റി വാരി കൊടുക്കരുത്, അവളെ കൊണ്ട് ഒറ്റയ്ക്ക് വാരി കഴിപ്പിക്കും. അത് ഇന്ന് എനിക്കൊരു പശ്ചാത്താപമാണ്, കുറ്റബോധമാണ് കേട്ടോ. ഇന്ന് ഞാൻ എൻ്റെ മോളെ അങ്ങനെ പറഞ്ഞല്ലോ എന്ന് തീർത്താ ഞാൻ വിചാരിക്കും, ദൈവമേ അവളൊന്ന് തിരിച്ച് വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇതിനെയൊക്കെ പ്രായച്ചിത്തം ചെയ്യണമെന്ന്. ഞാൻ അവളെ ഒത്തിരി വഴക്ക് പറഞ്ഞു, മോനെ, കാരണം നിനക്ക് മടിയാണെടി, നിനക്ക് എപ്പോഴും നിൻ്റെ അപ്പിയൊക്കെ അമ്മ എടുത്ത് നിനക്ക് ശീലമായിപ്പോയി, നിനക്ക് ബാത്റൂം പോയി അപ്പിയിടാൻ മടിയാണ്, മൂത്രമൊക്കെ നിനക്ക് ബെഡിൽ ഒഴിച്ച് ശീലമായിപ്പോയി, എല്ലാം ഞാനുണ്ടല്ലോ, എൻ്റെ കാലം കഴിഞ്ഞാൽ നിനക്ക് നോക്കാലോ, നിന്നെ ആരോ നോക്കുന്നു, എൻ്റെ കാലം കഴിഞ്ഞാൽ നിന്നെ ആരോ നോക്കും. അപ്പം ഞാൻ എന്തിനാ മോനെ ഇത് വഴക്ക് പറയുന്നത് അവളെ? ഞാനിവള് ഉഷാറായി വരാൻ. അവൻ പറയുന്ന ഫിസിയോതെറാപ്പിസ്റ്റ് ഒരു മഹാദേവൻ എന്നിട്ട് മോനെ എന്നോട് പറഞ്ഞ, അമ്മ ഇവിടെ ഓമനിച്ച് വഷളാക്കുക, നമ്മളെ ചെയ്യിക്കണം, ഫിസിയോതെറാപ്പിയൊക്കെ നമ്മളിങ്ങനെ ചെയ്യിക്കണം, ഇങ്ങനെ ഈ കസേരയിൽ എഴുന്നേൽപ്പിക്കണം, എഴുന്നേൽക്കടി, ഇങ്ങനെ ഞാൻ പറയാണ്. അപ്പോൾ ഇവക്ക് പറ്റുന്നില്ല. അപ്പോൾ ഒച്ചത്തി കരയാണ്. അവന് കള്ളക്കരച്ചിലാണ്, നീ കരഞ്ഞ് നിനക്ക് മടിയാണ്, വാ നിന്നെ കൊണ്ട് കിടത്താം, നീ ഇനി ചെയ്യണ്ട, നീ ഇങ്ങനെ കിടക്ക്. ഇതാണ് ഞാൻ പറയുന്നത്. എൻ്റെ കുഞ്ഞു പറഞ്ഞൊരു വാക്ക് എനിക്ക് ഇന്നും ഉള്ളിത്തട്ടുന്നത്, ദൈവമേ എൻ്റെ അമ്മക്ക് പോലും ഞാനൊരു ബേഡനായ, എന്നെ അങ്ങ് എടുക്ക് ദൈവമേ എന്നാ ഇവള് പറയുന്നില്ലേ. എപ്പോഴും ഈ കലാകാരന്മാരുടെയും കലാകാരികളുടെ ജീവിതത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, അവർ നമ്മുടെ ഒപ്പം ഇല്ലെങ്കിലും മരണപ്പെട്ടാലും ആ ചെയ്തു വെച്ച വേഷങ്ങൾ കൊണ്ടും ആ സാന്നിധ്യം കൊണ്ട് എപ്പോഴും നമ്മുടെ ഒപ്പം ഉണ്ടായിരിക്കും എന്നുള്ളത്. അതെ. അപ്പൊ അത്തരത്തില് ഇനിയൊരു ജന്മം ഉണ്ടാകുമ്പോഴും ശരണ ചേച്ചിയുടെ അമ്മയായിട്ട് തന്നെ ഒരു ജന്മം ഉണ്ടാവട്ടെ, ഒരുമിച്ച് ഒരു ജീവിതം ഉണ്ടാകട്ടെ എന്നും കൂടി ആശംസിക്കുകയാണ്. അപ്പോൾ കുഞ്ഞുകൃഷ്ണൻ
പോരുന്നു ഞങ്ങളുടെ കൂടെ? പോയാലോ? കൊണ്ടോട്ടെ? പോവാ നമുക്ക്. അപ്പോൾ ശരി അമ്മ. അപ്പോൾ താങ്ക് യു മോനെ, താങ്ക് യു.